എപ്പോഴും മുട്ട പൊരിച്ചല്ലേ നമ്മൾ കഴിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു മുട്ട പൊള്ളിച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. അതും വാഴയിലാണ് നമ്മൾ മുട്ട പൊള്ളിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഒരു 6 കഷ്ണം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 2 മുട്ട, ആവശ്യത്തിന് എണ്ണ. നമുക്ക് 2 മുട്ടയും പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. അതിനുശേഷം ഉള്ളിയും പച്ചമുളക്, ഉപ്പ്, തേങ്ങ ചിരകിയത് എല്ലാം കൂടെ ഇട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിരുമിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ആ 2 മുട്ടയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ഒരു വാഴയില വെച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ഈ മുട്ട നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഈ തീ സിമ്മിൽ വെച്ച് ആ വാഴയിലയുടെ മറ്റേ വശം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കതൊന്ന് മറിച്ചിടാം. വാഴയിലയോട് കൂടി തന്നെയാണ് നമ്മൾ മറിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുട്ട പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്. വാഴയിലയിൽ പൊള്ളിച്ചതും കൂടെ ആകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഇത് ഈ ഒരു മുട്ട പൊള്ളിച്ചതുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് നമുക്ക് ചോറ് കഴിക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളുമായി ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.